അമേരിക്ക വിവിധ പ്രശ്നങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭം അവിടുത്തെ ഭരണകൂടത്തിന്റെ സകല പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ നടപടികൾ ആളുകളുടെ മരണത്തിലേക്കും പോകുന്നു. സെക്യൂരിറ്റി ഒഫീഷ്യൽസും അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രക്ഷോഭകരും കൊല്ലപ്പെടുന്നു. 500-ലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. ഇറാനിൽ കാര്യങ്ങൾ കൈവിടുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലുമെല്ലാം പ്രക്ഷോഭകാരികൾ കളം നിറയുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വേഗത്തിൽ മറികടക്കാൻ കഴിയാത്ത വിധം വിപുലവും ആഴമുള്ളതുമായ ആ പ്രക്ഷോഭം മാറുകയാണ്. കഴിഞ്ഞ 2019-ലും 2022-ലും കണ്ടതിന് സമാനമായ ഒരു പ്രക്ഷോഭം, പക്ഷേ അതിന് ഇപ്പോൾ വ്യാപ്തി കൂടുതലുണ്ട്. റെജീം ചേഞ്ച് എന്ന് പറയുന്ന ആവശ്യം പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം മാറണമെന്ന്, ഈ ഖാംനയി ലീഡർഷിപ്പ് മാറണം, ആ സിസ്റ്റം മെക്കാനിസം തന്നെ മാറണം എന്നതാണ് അവരുടെ ആവശ്യങ്ങളിലൊന്നായി ഉയർന്നു കേൾക്കുന്ന ഒന്ന്. എന്നാൽ വൈദേശിക ശക്തികൾ ഇറാനെ തകർക്കാനുള്ള ശ്രമം തുടരുന്നതിൻ്റെ ഭാഗം മാത്രമാണിത് എന്ന് പറയുന്നു ഇറാൻ ഭരണകൂടം. ഖാംനയി അവരുടെ പരമാധ്യക്ഷൻ പറയുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റാൻ പണിയെടുക്കുകയാണെന്ന്, അതിന് ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കില്ല എന്ന്, നിന്നുകൊടുക്കില്ല എന്ന്, വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ, സമരം ചെയ്യുന്ന ആളുകൾ ട്രംപിന് വേണ്ടി പണിയെടുക്കുന്നവരായി അധപ്പതിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംസാരിക്കവേ ഖാംനയി പ്രസംഗിച്ച് കണ്ടത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇടപെടാൻ സൈനികമായി ഞങ്ങൾ മടിക്കില്ല എന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നു. ട്രംപിൻ്റെ സൈനിക ഇടപെടലിൻ്റെ ഒരു സീസണാണിത്. അദ്ദേഹം വെനസ്വേലയിൽ ഇടപെടുന്നു, ഗ്രീൻലാൻഡിൽ ഇടപെടുമെന്ന് പറയുന്നു, ക്യൂബയിൽ ഇടപെടുമെന്ന് പറയുന്നു. ഇറാൻ്റെ കാര്യത്തിലും അവിടെ നടക്കുന്ന പ്രക്ഷോഭത്തെ നിങ്ങൾ കായികമായി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് അമേരിക്ക ഭീഷണി മുഴക്കുകയാണ്. ഇറാനിലെ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണകൂടം മാറുക, 79-ലെ വിപ്ലവത്തിലൂടെ വന്ന ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഷാ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ അവിടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ദീർഘകാല മോഹമാണ്. അതിന് ആഭ്യന്തരമായ ഒരു സംഘർഷവും അല്ലെങ്കിൽ ഒരു ശാന്തിയില്ലായ്മയും സൃഷ്ടിക്കുക എന്നത് അതിൻ്റെ പ്രാഥമികമായ ഘട്ടങ്ങളിലൊന്നായിരിക്കണം. അങ്ങനെയെങ്കിൽ അടുത്തത് ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനമെന്നോ മറ്റോ പറഞ്ഞ് അമേരിക്ക സൈനികമായി ഇടപെടാൻ പോവുകയാണ്. അങ്ങനെ ഇടപെട്ടാൽ, ഞങ്ങളുടെ ദേഹത്ത് മണ്ണ് പറ്റിയാൽ നിങ്ങളുടെ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ്റെ മറുപടി, അല്ലെങ്കിൽ വെല്ലുവിളി. ബേസുകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഖത്തറിനെ ആക്രമിക്കാം. മുൻപ് അവർ ആക്രമിച്ചിട്ടുണ്ട്. വളരെ സിംബോളിക്കായ ഒരു അറ്റാക്ക് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. സൗദി അറേബ്യയെ ആക്രമിക്കാം. അമേരിക്കയുടെ എൽഐയാണ് സൈനികമായി തന്നെയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. സോ ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവരുത് എന്ന അടിയന്തരമായ ഒരു അനിവാര്യത സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും UAE-യുടെയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിലുണ്ട്. എല്ലാവർക്കും യുദ്ധം ഒഴിവാക്കാൻ ഇടപെടേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ വികസിപ്പിക്കുകയാണ് ഇറാൻ. ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ ബേസുകൾ ആക്രമിക്കും. ഒരുപക്ഷെ ഇസ്രായേലിനായിട്ടുള്ള ആക്രമണം പോയി വികസിക്കാം. ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല, സൈനികമായി പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്നുകൊണ്ട് തന്നെ അത് റീജിയണൽ വാറിലേക്ക് മാറാം. ഇറാനുമായി സൈനിക സഹകരണമുള്ള റഷ്യ അതിനകത്ത് എന്തുമാത്രമുള്ള പൊസിഷൻ എടുക്കും, ചൈന അതിലെന്ത് പൊസിഷൻ എടുക്കും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല. അമേരിക്കയോട് ഒരു ഇസ്ലാമിക് റെജീം മുഴുവൻ താഴെ വീണ് പോകുമെന്ന ഭയപ്പാടിൽ ഇറാൻ ഏത് കടന്ന കൈയിലേക്കും കടന്നേക്കാം എന്നത് കാണുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണോ ദിവസങ്ങളിൽ?